ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ജാബഭാണിയായ അതികായനെ ദൂരത്തിൽ നിന്ന് കാകുത്സൻ കണ്ടു. തേരിലിരുന്ന് കാർക്കൊണ്ടൽ പോലെ അലറുന്ന ആ പെരുങ്കൂറ്റനെ നോക്കി ആശ്ചര്യത്തോടെ ശ്രീരാമചന്ദ്രൻ കവികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് വിഭീഷണനോട് ചോദിച്ചു: ഹേ വിഭീഷണ, പർവ്വതാകാരനായ ഇവൻ ആരാണ്? രക്തവർണ്ണ നേത്രനായ ഈ വില്ലാളി 1000 അശ്വങ്ങളെ പൂട്ടിയ രഥത്തിലാണ് വരുന്നത്. കത്തിച്ചൊലിക്കുന്ന കൂർത്ത മുനയുള്ള ശൂലങ്ങൾ, തോമരങ്ങൾ, കുന്തങ്ങൾ എന്നിവ രഥത്തിൽ ഇവന് 4 പുറവും വെച്ചിരിക്കുന്നത് കണ്ടാൽ മഹാഭൂതങ്ങളാൽ ആവൃതനായ പരമേശ്വരനാണോ എന്ന് തോന്നും. കാലൻ്റെ നാവ് പോലെ നീണ്ട കുന്തങ്ങൾ, തേർവേലുകൾ ചുഴന്ന ഇവൻ ഇടിമിന്നൽ കൊണ്ട് മേഘമെന്നതുപോലെ പരിലസിക്കുന്നുണ്ടല്ലോ. പൊന്നിൻ പോളകളുള്ള കുലയേറ്റിയ വില്ലുകളാൽ ഈ വൻതേര് വാർമഴവില്ലാർന്ന വാനിടം പോലെ ശോഭിക്കുന്നു. സൂര്യസന്നിഭരഥം കൊണ്ടുതന്നെ പ്രകാശമാനമാക്കി ഈ മഹാരഥൻ അടർക്കളത്തിൽ എത്തുന്നത് നോക്കൂ. അഗ്രത്തിൽ രാഹുവിനെ പ്രതിഷ്ഠിച്ച കൊടിമരം ശോഭിക്കുന്നു. സൂര്യരശ്മികളെ പോലെയുള്ള ശരങ്ങൾ 10 ദിക്കിലും പ്രകാശം പരത്തുന്നു. പൊൻപൂശി 3 വളവും ഒത്ത് മാരിവില്ലിൻ്റെ മനോഹാരിത്വം എഴുന്ന വില്ല് ഇടിനാദം മുഴക്കുന്നു. അസാധാരണമായ ഈ തേരിന് 2 കീഴ്ത്തട്ടുകളും അത്യുന്നത ധ്വജങ്ങളും പതാകകളും 4 പേർ തേരാളികളും മേഘനാദവുമുണ്ട്. 28 ആവനാഴികൾ, അതിഭീമങ്ങളായ വില്ലുകൾ, പൊൻനിറമാർന്ന ഞാണുകൾ ഇവയെല്ലാം തേരിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു. 4 കോൽ പിടിയും 10 കോൽ നീളവുമുള്ള ഉഗ്ര ഖഡ്ഗങ്ങൾ 2 എണ്ണം രഥത്തിൻ്റെ ഇരുഭാഗവും കെട്ടിത്തൂക്കിയിരിക്കുന്നു. കറുകറുത്ത നിറം, മാമല പോലെയുള്ള വലിപ്പം, തുടുതുടുത്ത പുഷ്പമാലകൾ, പെരുംവായ, ഇങ്ങനെ ഈ ധീരൻ കാർമേഘത്തിലാണ്ട സൂര്യനെ പോലെ കാണുന്നു. പൊൻതോൾ വളകൾ അണിഞ്ഞ മഹാബാഹുക്കൾ കൊണ്ട് 2 ശൃംഖങ്ങളോട് കൂടിയ പനിമാമല പോലെ ശോഭിക്കുന്നു. പുണർത്തം നക്ഷത്രങ്ങൾക്കു മധ്യേയുള്ള ശശാങ്കബിംബം പോലെയാണ് സുകുണ്ടലങ്ങൾ അണിഞ്ഞ ഇവൻ്റെ മുഖം തിളങ്ങുന്നത്. ലങ്കേശ്വരനായ വിഭീഷണ, ഈ രാക്ഷസേന്ദ്രനെ കാണുമ്പോൾ തന്നെ കവികൾ ഓടി ഒളിക്കുന്നു. ഈ ഭയങ്കര മഹാരഥർ ആരാണെന്ന് പറയൂ. മന്നോർമന്ന കുമാരനായ ശ്രീരാമദേവന്റെ ചോദ്യം കേട്ട തേജസ്വി വിഭീഷണൻ മറുപടി പറഞ്ഞു: മഹാപ്രഭോ, അമിത തേജസ്വിയും കുബേരാനുജനും ഭയങ്കര കർമ്മനിരതനും മഹോ ഉത്സാഹനും രാക്ഷസാധിപനുമായ ദശാസിന് തത്സമനായൊരു ഉണ്ണിയുണ്ട്. മഹാവീര്യവാൻ, അതിയശസ്സാർന്നവൻ, വൃദ്ധജന സേവന തൽപരൻ, സർവാസ്ത്ര വിശാരദന്മാരിൽ അഗ്രഗണ്യൻ, ആന, കുതിര, തേര് എന്നിവയിൽ കയറി അനായാസം അടരാടുന്നവൻ, വില്ല്, വാൾ, കുന്തം തുടങ്ങിയ ആയുധ പ്രയോഗത്തിൽ ചതുരൻ, സാമം, ദാനം, ഭേദം, നയം, മന്ത്രം എന്നിവയിൽ അദ്വിതീയൻ, ധാന്യ മാലിനീപുത്രനായ ഈ അതികായൻ്റെ കരുത്തുറ്റ കൈകളാണ് ലങ്കയെ നിർഭയമാക്കി തീർക്കുന്നത് തന്നെ. അതികഠിന തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ സംതൃപ്തനാക്കിയ അസ്ത്രങ്ങൾ പലതും സമാർജിച്ചു. സർവശത്രുക്കളെയും വിജയിച്ചു. വിധാതാവ് ഇവന് സുരാസുരന്മാരിൽ അവധ്യത്വവും വരമായിട്ടേകിയിട്ടുണ്ട്. ദിവ്യമായ ഈ പോർച്ചട്ടയും ആദിത്യപ്രഭയാർന്ന രഥവും ദേവൻ നൽകി. അനേകം പ്രാവശ്യം ദേവാസുരന്മാരെ ഇവൻ തോൽപ്പിച്ചിട്ടുണ്ട്. യക്ഷന്മാർക്കു നാശവും രാക്ഷസന്മാർക്ക് രക്ഷയും അനേക തവണ നൽകിയിട്ടുള്ളവനാണ്. അസ്ത്രജാലങ്ങളെ കൊണ്ട് ഇന്ദ്രവജ്രത്തെ അനങ്ങാതാക്കി. വൻപോരിൽ വരുണന്റെ പാശത്തെ നിഷ്ഫലമാക്കി. അരക്കന്മാരിൽ എല്ലാം കൊണ്ടും മികച്ച ഈ അമേയശക്തൻ ദേവാസുര മതങ്ങളെ അമർത്തിയവനാണ്. അതിബുദ്ധിമാനായ രാവണാത്മജനാണ് ഇവൻ. പ്രഭോ ശ്രീരാമചന്ദ്ര, ഇവനെ അടക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം. അല്ലെങ്കിൽ കീശ സൈന്യങ്ങളെ മുഴുവൻ ശരങ്ങളാൽ മുടിച്ചേക്കും. അതിശക്തനായ അതികായൻ വാനര സൈന്യത്തിൽ ചെന്ന് ചെറുനാണുലിയിട്ടു. ഘോരഘോരമായി അലറി. മഹാരഥനും ഭീമരൂപിയുമായ അരക്കനെ കണ്ട പ്ലവങ്കപ്പടനാഥന്മാർ, കുമുദൻ, ധിവിതൻ, മൈന്ദൻ, നീലൻ, ശരഭൻ എന്നീ മഹാത്മാക്കൾ മരങ്ങളും ശൈലഗ്രങ്ങളും എടുത്ത് പാഞ്ഞണഞ്ഞു. അസ്ത്രവിശാരദനായ അതികായൻ അവർ കൊണ്ടുവന്ന കല്ലും മരവുമെല്ലാം ക്രൂരശരങ്ങളാൽ അറുത്തുമുറിച്ചിട്ടു. മാത്രമല്ല, നേരിട്ട് വരുന്ന സർവ്വകവികളെയും ശരമാരി കൊണ്ട് കീറി മുറിക്കുവാനും ആരംഭിച്ചു. കാരിരുമ്പ് കൊണ്ടുള്ള സായകങ്ങൾ ഭീമാങ്കനായ ആ
കെൽപ്പേറിയവൻ അയക്കുമ്പോൾ നേരിട്ട് നിൽക്കുവാൻ തന്നെ കീശവരന്മാർക്ക് സാധിക്കാതെയായി. പാരവശരായ കവികൾ അത്യുജ്വല കേസരിയെ കണ്ട മാൻകൂട്ടങ്ങളെ പോലെയായി. എന്നാൽ അസാധാരണമായൊരു പ്രത്യേകതയുണ്ട്. അതികായന് തന്നോട് നേരിടാത്ത ഒരാളെ നേരിട്ടും അമ്പയച്ചിരുന്നില്ല. തുണീരങ്ങൾ നിറച്ച ശരങ്ങളും കുലച്ച വില്ലുകളും ഏന്തിയ രാവണപുത്രൻ ശ്രീരാമദേവനോട് അഹങ്കാരത്തോടെ പറഞ്ഞു, വില്ലും അമ്പുമെടുത്ത് രഥമേറി വന്ന ഞാൻ ഒരൊറ്റ സാധുവിനോടും അടരാടുന്നില്ല. ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറുണ്ടെങ്കിൽ എന്നെ മുമ്പിൽ വരട്ടെ. അമിത്രാന്തകനായ സൗമിത്രി അതു കേട്ടു അത്യന്തം രുഷ്ടനായി. അതികായന്റെ മുമ്പിൽ നിന്ന് ചെറുനാണലി ഒന്ന് മുഴക്കി. ആകാശം, ഭൂമി, കടൽ, മല, ദിക്കുകൾ എന്നിവ ഞെട്ടി. അസുരന്മാർ ഭയപ്പെട്ടു. മഹാതേജസ്വിയായ അരർക്കർക്കോന്റെ ആത്മജൻ അതികായനൊന്ന് പകച്ചു. അസ്ത്രമെടുത്ത് ലക്ഷ്മണൻ ഞാണൽ ചേർത്ത് വലിച്ചു. അതികോപത്തോടെ അതികായൻ കൂരമ്പെടുത്ത് പറഞ്ഞു, ഹേ സൗമിത്രി, വിക്രമം എന്താണെന്നറിയാത്തൊരു ബാലകനാണ് നീ. അന്തകതുല്യനായ എന്നോടുകൂടി അടരഞ്ഞ് തുടരാതെ പൊയ്ക്കൊള്ളൂ, അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ നിന്ന് വർഷിക്കുന്ന ശരങ്ങളെ താങ്ങുവാനുള്ള ശക്തി ഹിമവാനോ അമ്പരത്തിനോ ഭൂമിക്ക് പോലുമോ ഇല്ല. പ്രശാന്തമായ കാലാഗ്നിയെ കത്തിക്കുവാനാണോ കുഞ്ഞായ നീ തുടരുന്നത്? വില്ലും വെച്ച് മടങ്ങിപ്പോകൂ. എന്നോടേറ്റ് ഉയർപ്പോക്കരുത്. അഹങ്കാരത്താൽ ഇവിടെ തന്നെ നിൽക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നുകൊള്ളൂ. അതിവേഗത്തിൽ പ്രാണനെ ഞാൻ കാലാലയത്തിൽ എത്തിക്കാം. ലക്ഷ്മണ നോക്കൂ, വൈരികളുടെ മതം അവസാനിപ്പിച്ചവയും രുദ്രദേവായുധങ്ങൾക്ക് തുല്യമായവയും കനകം കൊണ്ട് കെട്ടിച്ചവയുമായ കൂർത്ത ശരങ്ങൾ, ഉരകതുല്യങ്ങളായ ഈ ബാണങ്ങൾ ചൊടിച്ച സിംഹം മതയാനയുടെ രക്തത്തെ എന്ന പോലെ നിന്റെ ചെഞ്ചോരയും പാനം ചെയ്യും. അതിരുഷ്ടനായ അതികായൻ ഒരമ്പെടുത്ത് തൊടുത്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഗർവിഷ്ഠമായ വാക്കുകൾ കരുത്തേറിയവനും ലക്ഷ്മീദേവി സർവാംഗവും തടവിയവനുമായ രാജകുമാരനെ മന്ദഹസിപ്പിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.